ഇനി അതല്ല രസം എന്ന് വെച്ചാൽ അതേ സീഡിൽ തന്നെ 10 പേര് പൊക്കുമ്പോ പൊങ്ങണില്ല എന്ന് കാണിക്കണ്ടെങ്കിൽ പൊങ്ങണില്ല. മാത്രല്ല 11 പേര് കല്ല് പൊക്കുമ്പോ പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാനൊരു ട്രിക്ക് എന്താണെന്ന് നേർക്ക് നേരെ തന്നെ അങ്ങനെ പരിശോധിച്ചപ്പോ എന്താ അതിന്റെ രസമുണ്ട്. 11 പേര് പൊക്കുമ്പോ നിങ്ങൾ കണ്ടോളൂ, എല്ലാവരും കൃത്യമായിട്ട് കൈ കല്ലിത്തരം കുത്തിയിട്ടുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. എല്ലാവരും ഒന്നിച്ച് 11 പേര് ഒന്നിച്ച് കല്ല് വെക്കുക. കല്ല് വെക്കുമ്പോ എല്ലാവരും ചെടിയാണ്, എല്ലാവരുടെയും കൈയുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടിയാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ടാണ് അവർ കല്ല് വെക്കുന്നത്. എല്ലാവരും ഒന്നിച്ച്. പക്ഷെ അവിടുന്ന് 10 പേരാകുമ്പോഴോ 10 പേരെ പൊങ്ങൂലെന്നാ പറഞ്ഞത്. അത് കാണിക്കാൻ വേണ്ടി 10 പേരെ വട്ടത്തിരുത്തി ഇവര് പൊക്കി. 10 പേരെ നിർത്തിയിട്ട് പൊക്കിയപ്പോ അറിയാതെ പൊങ്ങിപ്പോയി കല്ലേ. എന്ത് ചെയ്യും? പൊങ്ങരുത് വിചാരിച്ച പൊക്കിയത്, പക്ഷെ പൊക്കിയപ്പോ പൊങ്ങിപ്പോയി. അതെനിക്ക് കാണാൻ 10 പേരാ പൊക്കാൻ പോണത്. അതിന്റെ കൂടുതൽ ആ പറയുന്ന ഭാഗം കൂടി ഒന്നിച്ച് കേട്ടു. എണ്ണം 11-ൽ കൂടുകയോ കുറയുകയോ ചെയ്താൽ കല്ല് ഉയർത്താൻ കഴിയില്ല. വലിയന്റെ പേര് വിളിക്കാതിരുന്നാലും കല്ല് പൊങ്ങുകയില്ല. കല്ല് തലക്കുമ്പോഴാണ്, കല്ല് തലയുടെ മുകളിലാണ്. കല്ല് പൊങ്ങൂലെന്ന് കല്ല് എവിടെയൊക്കെയുള്ളത്? 10 പേരാ പൊക്കണത്. കല്ല് തലക്കുമ്പോൾ അതാ പറഞ്ഞത് അറിയും. പൊങ്ങരുത് വിചാരിച്ചാൽ പൊക്കിയത്, പക്ഷെ അറിയാൻ പൊങ്ങിപ്പോയി. എന്ത് ചെയ്യും? കല്ലിനറിയില്ലല്ലോ ഈ പൊങ്ങണോ വേണ്ടേ. ഈ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാവുന്ന കല്ലിനറിയില്ല. കല്ലൊക്കെ പൊങ്ങി. അത് മാത്രമല്ല അതിന് രസം എന്ന് വെച്ചാല് 10 പേരില്ല, 10 പേരെ നിർത്തിയത്. പക്ഷെ പലരും നിർത്തിയത് പതുക്കെ ഉൾവരുന്നത്. ഇങ്ങനെ പൊങ്ങരുതെന്ന് പറഞ്ഞാൽ പൊക്കണത്. അവിടെ നിങ്ങൾ കണ്ടു 10 പേര് പൊക്കുമ്പോ ആരും ഒരു ആത്മാർത്ഥ ഇല്ല, ഒരു ഖിലാസ് ഇല്ല. എല്ലാവരും എല്ലായിടത്തോ കല്ല് കൈ വെച്ചിരിക്കുന്നത്. കല്ലെവിടെ കയ്യെവിടെ, കല്ലെവിടെ കയ്യെവിടെ. പലർക്കും എന്തില്ല, തൊടുന്നതന്നില്ല. 10 പേര് 11 പേര് കൃത്യം എല്ലാരും ഒന്നിച്ച് തൊട്ട ആൾക്കാർ ചെയ്യണ്ട. ഇപ്പൊ ഓരോരുത്തന്മാരിങ്ങനെ മാറി നിൽക്കാണ്. കൈ എവിടെ നിൽക്കുന്നു, കല്ലെവിടെ നിൽക്കുന്നു. അപ്പൊ പൊങ്ങരുത് പറഞ്ഞ പൊക്കണത്, പൊങ്ങരുത് പറഞ്ഞ പൊക്കുന്നത്. അപ്പോ കല്ല് പൊങ്ങിപ്പോയി എന്ന് മാത്രമല്ല, 10 പേര് പൊക്കിയോ പൊങ്ങൂല എന്ന് പറഞ്ഞു മാത്രം പറഞ്ഞ് 10 പേരെ നിർത്തി പൊക്കുമ്പോ പൊങ്ങിന്ന് മാത്രമല്ല 10 പേരും തൊടുന്നില്ല. എന്നിട്ട് തന്നെ കല്ല് പൊങ്ങിപ്പോയി. ഇനി 12 പേര് പൊക്കിയാലും പൊങ്ങൂലെന്ന് പറഞ്ഞു. 12 പേര് പൊക്കിയാലും പൊങ്ങൂലെന്നാ. പക്ഷെ അവിടെയും നിങ്ങൾ കണ്ടോളൂ, പൊക്കുമ്പോ ആളെവിടെ, പൊക്കാൻ ആള് വേണ്ട, എങ്കിലല്ലേ പൊങ്ങുള്ളൂ. 12 പേരാ പൊക്കുന്നത്, പക്ഷെ ആളുകൾ എവിടെ നിൽക്കുന്നു, കല്ലെവിടെ നിൽക്കുന്നു. നിങ്ങൾ നോക്കൂ. അപ്പോ ഈ രൂപത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം കബളിപ്പിക്കുക,